ഓർമ്മ ദുബായ് സംഘടിപ്പിക്കുന്ന കലോത്സവം ഇശൽ നിലാവ് ഓർമ്മ ആർട്സ് ഫെസ്റ്റ് ജൂൺ 7 ശനിയാഴ്ച നടക്കും. ബലിപെരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ചാണ് പരിപാടി. ഊദ്മേത്ത ജെയിംസ് പ്രൈവറ്റ് സ്കൂളിലാണ് കലോത്സവം. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന കലാമത്സരങ്ങളിൽ ശാസ്ത്രീയ നൃത്തങ്ങൾ, ശാസ്ത്രീയ ഗാനം, തിരുവാതിര, ഒപ്പന, മുട്ടിപ്പാട്ട് തുടങ്ങി 17 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക. ഓർമ്മയുടെ 5 മേഖലകൾ തമ്മിൽ നടക്കുന്ന കലാമത്സരങ്ങളിൽ 400-ലധികം കലാകാരന്മാർ പങ്കെടുക്കുമെന്ന് പ്രസിഡന്റ് ഷിഹാബ് പെരിങ്ങോട്ട്, ജനറൽ സെക്രട്ടറി പ്രദീപ് തോപ്പിൽ, ഭാരവാഹികളായ ജിജിത അനിൽ, സുനിൽ ആറാട്ടുകടവ്, KV സജീവൻ എന്നിവർ അറിയിച്ചു. NTV ആണ് ഇശൽ നിലാവിൻ്റെ ഔദ്യോഗിക മീഡിയ പാർട്ണർ. ഈ ഈദ് പെരുന്നാളിനോട് അനുബന്ധിച്ച് ഓർമ്മ സംഘടിപ്പിക്കുന്ന ഇശൽ നിലാവ് ഓർമ്മ ആർട്ട് ഫെസ്റ്റിവൽ ഈ വരുന്ന ജൂൺ മാസം 7-ാം തീയതി നടക്കുകയാണ്. ഓർമ്മയുടെ 5 മേഖലകളിൽ നിന്നായി 400-ൽ പരം കലാകാരന്മാർ വിവിധ മത്സരങ്ങളിൽ 17ഓളം മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. മുട്ടിപ്പാട്ട്, നാടൻപാട്ട്, തിരുവാതിര, ഒപ്പന എന്നിങ്ങനെ 17ഓളം മത്സര ഇനങ്ങളാണ് 400-ൽ പരം കലാകാരന്മാർ മാറ്റിവെക്കുന്നത്. 7-ാം തീയതി രാവിലെ 9 മണി മുതൽ വൈകിട്ട് 9 മണി വരെയാണ് ദുബായ് ജം പ്രൈവറ്റ് സ്കൂളിൽ വെച്ചിട്ട് അരങ്ങേറാൻ വേണ്ടി പോകുന്നത്. അവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇതിൻ്റെ 2-ാം ദിനത്തിലാണ് ഇത് സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും എത്തിച്ചേരുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കലയുടെ മാമാങ്കം കൊണ്ടാടാൻ പോവുകയാണ് ഓർമ്മയിലെ കലാകാരന്മാർ. 3 വയസ്സ് മുതൽ 50 വയസ്സിന് മേലെയുള്ള കലാകാരന്മാരടക്കം പങ്കെടുക്കുന്ന 17-ലധികം ഇനങ്ങൾ കേരളോത്സവം പോലെ ഓർമ്മ നടത്തുന്ന സിഗ്നേച്ചർ ഇവൻറ്റുകളിൽ മറ്റൊരു ചരിത്രം കുറിക്കാനായിട്ട് ഓർമ്മയുടെ കലാകാരന്മാർ തയ്യാറായി നിൽക്കുകയാണ്. ഒരുപാട് കലാകാരികളായ വീട്ടമ്മമാർ, അതുപോലെ തന്നെ ലേബർ ക്യാമ്പിലുള്ള ഒരുപാട് കലാകാരന്മാർ, അവരൊക്കെ അരങ്ങത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പരിപാടി ഇത്രയേറെ നിയമാവലിയോടുകൂടി അതുപോലെ തന്നെ ഇത്ര സജീവമായ രീതിയിൽ സംഘടിപ്പിക്കുന്നത്. മാത്രമല്ല NTV പോലെയുള്ള ഒരു ചാനലിൽ ഇത്തരം കലാകാരന്മാർ ഇതിൽ വിന്നേഴ്സ് ആവുന്നവർക്ക് അവസരം കഴിഞ്ഞ വർഷം ലഭിച്ചിരുന്നു. അതുപോലെ ഈ വർഷവും നമ്മൾ അത്തരം അവസരങ്ങൾ ഒരുക്കി കൊടുക്കാനും അത്തരം ആൾക്കാരെ വീണ്ടും അവരുടെ മുൻകാല ഓർമ്മകളിലേക്ക് കലാപരമായ അഭിരുചികൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ സംഘടനയ്ക്ക് എന്തെങ്കിലും ഒരു അതിൻ്റെ ഭാഗമാവാൻ സാധിക്കുകയാണെങ്കിൽ അതുതന്നെയായിരിക്കും ഇത്തരം പരിപാടികളുടെ സംഘടന കാണുന്ന നേട്ടം എന്ന് പറയുന്നത്.